വീണ്ടും സ്വാഗതം. ആഗോള ഭീകരതയുടെ കറുത്ത മുഖമായ IS-ന്റെ വേരുകൾ കേരളത്തിലേക്കും. ഞെട്ടലോടെ മലയാളികൾ കേൾക്കുന്ന വാർത്തയുടെ സത്യം. കഴിഞ്ഞ 2 കൊല്ലക്കാലത്തെ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൽബുർഗി കൊല്ലപ്പെടുന്ന അഖിലാഖിനെതിരായി ബീഫിന്റെ വിഷയമുണ്ടാകുന്ന ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകന്മാർക്കൊക്കെ എതിരായി ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇപ്പൊ വടകരയിലെ ആ ക്ലിനിക്ക് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടു. പിന്നെ BJP RSS പ്രവർത്തകരെ അവർ ആക്രമിച്ചു. ഇതിനെതിരെ ഒരു അപലപിക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മുസ്ലിം സമൂഹത്തെ കോർണർ ചെയ്യപ്പെടുന്നുണ്ടെന്നല്ല. ആ ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്ക് മൊത്തം കമ്മ്യൂണൽ വയലൻസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതൊരു അവർക്കൊരു ഇൻസെക്യൂരിറ്റി ആണ്. ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു മാറ്റി ചിന്ത അവരിൽ ഉണ്ടാക്കുന്നത്. എക്സ്ട്രീമിസ്റ്റ് ഒറ്റപ്പെട്ടവരായി തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം രാജ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരായി ഭാരതത്തിന്റെ തെരുവോരങ്ങളിൽ തെണ്ടികളെ പോലെ കഴിയുന്ന കാശ്മീരി പണ്ഡിറ്റുകൾ എന്തുകൊണ്ടാണ് ഭീകരന്മാരാകാത്തത്? നീതിരാഹിത്യമാണ് ഭീകരവാദത്തിന് കാരണമെങ്കിൽ ഭാരതത്തിൽ 1947 മുതൽ ഭീകരപ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് കാശ്മീരി പണ്ഡിറ്റുകളായിരുന്നു. എന്തുകൊണ്ടാണ് ടിബറ്റിലെ ബുദ്ധമതക്കാർ ഭീകരന്മാരാകാത്തത്? എത്രയോ കാലങ്ങളായി ചൈനയുടെ അധിനിവേശം കൊണ്ട് അവർ അവരുടെ ടിബറ്റ് സ്വന്തം രാജ്യം വിട്ട് താമസിക്കുന്നു. ഭാരതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവരുടെ ആത്മീയ നേതാവ് ദലൈലാമ ഭാരതത്തിലെ രാഷ്ട്രീയ അഭയാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് ടിബറ്റൻ ദലൈലാമയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ബുദ്ധമത അനുയായികളും ഭീകര പ്രവർത്തകർ ആയി മാറാത്തത്? അവഗണനയാണ് കാരണമെങ്കിൽ, നീതി നിഷേധമാണ് കാരണമെങ്കിൽ. ചൈനയിൽ എന്തുകൊണ്ടാണ് ഭീകരപ്രവർത്തനം നടക്കുന്നത്? അവിടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ലേ ഭരിക്കുന്നുള്ളൂ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മതവിശ്വാസികൾക്ക് നീതി നിഷേധിക്കുന്നു എന്നാണോ അർത്ഥം? അത് പറയുവാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്വമുണ്ട്. നീതി നിഷേധമാണ് കാരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഭീകരവാദം ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. അവഗണനയാണ് കാരണമെങ്കിൽ മതഭീകരവാദം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. അവിടെ എന്തുകൊണ്ടാണ് ഭീകരവാദം ഉണ്ടാകുന്നത്? ഈ പറഞ്ഞിരുന്ന കാരണങ്ങളൊക്കെ വ്യാജമാണ് എന്ന് തിരിച്ചറിയുവാൻ ഇനിയെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭീകരവാദത്തെ ന്യായീകരിക്കുന്നതിന്റെ സത്യസ്ഥിതി പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തില് ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ വർഗീയതയും തീവ്രവാദവും ശക്തിപ്പെടുത്തുന്നതിൽ എന്റെ സുഹൃത്ത് ശ്രീ MT രമേശിന്റെ പ്രസ്ഥാനം ഉൾപ്പെടെ വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? അവസാനിച്ചില്ല. സൗദി അറേബ്യയെ കീഴടക്കി അവരെ മുഴുവൻ ഇസ്ലാമികമാക്കിയത് കൊണ്ട് അവസാനിച്ചില്ല യുദ്ധം, അവസാനിച്ചില്ല ആക്രമണം. തുടർന്നങ്ങോട്ട് ഖലീഫമാരുടെ നേതൃത്വത്തിൽ അറേബ്യയുടെ പുറത്തേക്ക് ലോകപ്രസിദ്ധമായ സംസ്കാരങ്ങൾ വിളയാടിയിരുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായി. 634 മുതൽ ഖലീഫമാരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. അന്നു മുതൽ ലോകപ്രസിദ്ധ സംസ്കാരങ്ങളിൽ നിന്ന് നാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്ഷ്യൻ സംസ്കാരം 5000 BC 5000-ന് മുൻപ് മുതൽ ഉണ്ടായിരുന്ന ആ സംസ്കാരത്തിനെ ആക്രമിച്ച് കീഴടക്കി ഈജിപ്തിനെ ഇസ്ലാമിക രാജ്യമാക്കി. തുടർന്ന് ഇറാഖ്, ഇന്ന് പറയുന്ന ഇറാഖിലെ പ്രസിദ്ധമായ സംസ്കാരങ്ങൾ, സുമേറിയൻ സംസ്കാരം, കാൽഡിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം എന്നൊക്കെ പറയുന്ന ഇറാഖിലെ ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടായിരുന്ന സംസ്കാരങ്ങളെ മുഴുവൻ തകർത്ത് ആ രാജ്യവും കീഴടക്കി. അതിനുശേഷം പേർഷ്യൻ സംസ്കാരം, ഇന്ന് നാം പാഠപുസ്തകത്തിൽ പറയുന്ന സംസ്കാരമുണ്ടല്ലോ, പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്ന ആ സംസ്കാരത്തിനെ ആക്രമിച്ച് കീഴടക്കിയതിനെയും ഇസ്ലാമികമാക്കിയതാണ്. അതാണ് ഇന്നത്തെ ഇറാൻ. തുടർന്നങ്ങോട്ട് തുർക്കി. അങ്ങനെയുള്ള ആക്രമണങ്ങൾ മുഴുവൻ അറേബ്യയിൽ നിന്ന് നടത്തി ഈ പറഞ്ഞ രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കുക മാത്രമല്ല, അവിടുത്തെ മതങ്ങളെ നശിപ്പിച്ച് മതവിശ്വാസികളെ കൊന്നൊടുക്കി ആരാധനാലയങ്ങൾ തകർത്ത് പുതിയ മതം സ്ഥാപിക്കുക കൂടിയാണ് ചെയ്തത് ഈ പറഞ്ഞ ആക്രമണങ്ങളിൽ മുഴുവൻ. അതേ സമയത്ത് തന്നെ മറ്റു ചില രാജ്യങ്ങളിലേക്കും ആക്രമണം നടന്നിരുന്നു. ഇന്ത്യയിലേക്കും സ്പെയിനിലേക്കും ഒക്കെ 712 സൗദി അറേബ്യയിൽ നിന്ന് ആക്രമണം വന്നത്. 12-ാം നൂറ്റാണ്ടിലാണ്
ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായി ഇന്നറിയപ്പെടുന്ന ഇന്തോനേഷ്യ ആക്രമിച്ച് കീഴടക്കിയത്. ഇതാണ് ആക്രമണത്തിന്റെ രണ്ടാം ഘട്ടം. മൂന്നാം പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ പറയുന്ന കാരണങ്ങൾ ആണ് യഥാർത്ഥ ഭീകരവാദത്തിന്റെ കാരണമെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭീകരവാദ സംഘടനകൾ ഉണ്ടാകാതെ ഇരിക്കണ്ടേ? എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലും ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഭീകരവാദം നടക്കുന്നു, എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും ഭീകരവാദം നടക്കുന്നു. ആദ്യത്തെ ഇസ്ലാം വ്യക്തി ജനിച്ച് 14-ാം വർഷം ആരംഭിച്ച ഇസ്ലാമിക ആക്രമണം, കൃത്യമായി പറഞ്ഞാൽ AD 624 ആരംഭിച്ച ഇസ്ലാമിക ആക്രമണം 2008 നവംബർ 26-ാം തീയതി കഴിഞ്ഞയാഴ്ചയിൽ മുംബൈയിൽ ഉണ്ടായ ആക്രമണം വരെ ഉള്ള ആക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ 624 മുതൽ ഇന്നോളമുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കാലത്ത് ആക്രമണം നടക്കാത്ത ഒരു കാലം ഇവിടെയുള്ള ഏതെങ്കിലും മതനേതാക്കന്മാർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ വിശദീകരിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു കാലം ആക്രമണം നടന്നിട്ടില്ലാത്ത ഒരു കാലം, ആക്രമണം നടന്നിട്ടില്ലാത്ത ഒരു രാജ്യം, ഭീകരവാദ പ്രവർത്തനം നടക്കാത്ത ഒരു രാജ്യം, എന്തുകൊണ്ട് ഇത്ര ആക്രമണങ്ങൾ ഉണ്ടാവും? ആദ്യം നബിയുടെയും പിന്നീട് ഈ പറഞ്ഞ പോലെ അവസാനം ഭീകര സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ ഓരോ കാലത്തും ഓരോ കാരണം മാറി മാറി പറയുകയാണ് എന്ന സത്യം എന്നാണ് ഇനി നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. ആക്രമണം ഏതെങ്കിലും കാലത്തില്ലാതെ ആയിട്ടുണ്ടോ? കാരണങ്ങൾ മാറി മാറി പറയും. വഹാബി പീഡന സംഘാരം പറയുന്ന കാരണമല്ല കേരളത്തിലെ ഭീകരവാദി സംഘടനകൾ പറയുന്നത്. കേരളത്തിലെ സംഘടനകൾ പറയുന്ന കാരണമല്ല അമേരിക്കയിൽ പറയുന്ന കാരണങ്ങൾ. അമേരിക്കയിൽ പറയുന്ന കാരണമല്ല ഇന്തോനേഷ്യയിൽ പറയുന്ന കാരണങ്ങൾ. ഇങ്ങനെ കാരണം മാറി മാറി പറയുന്നതല്ലാതെ ആക്രമണം ഏതെങ്കിലും കാലത്ത് ഇല്ലാതെയായിട്ടുണ്ടോ? ആക്രമണം നടത്തുന്ന ആൾക്കാരും ആക്രമിക്കുന്ന രീതിയും മാത്രമേ മാറിയിട്ടുള്ളൂ. കാലത്തിനനുസരിച്ച് രീതി മാറി, കാലത്തിനനുസരിച്ച് ആക്രമണത്തിന്റെ സ്വഭാവം മാറി. ആക്രമണം ഇല്ലാതെയായിട്ടില്ല എന്ന ചരിത്രം തിരിച്ചറിയുവാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ അത് ഈ നാട്ടിലെ സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളും ഈ നാട്ടിൽ ഭീകരവാദം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിൽ സമാധാന ജീവിതം വേണം, മതേതരത്വം നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ മതസംഘടനകളും ഈ ചരിത്ര സത്യം തിരിച്ചറിയണം. ആക്രമണത്തിന്റെ കാരണങ്ങൾ മാറി